പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഒരു വാർത്ത വളരെ കൗതുകരവും പാകിസ്ഥാനെ എൻ്റെ എല്ലാ രീതികളും വെളിവാക്കുന്ന കള്ളത്തരങ്ങളെല്ലാം വെളിവാക്കുന്ന ഒന്നുമാണ്. ആസിഫ് സെയ്ദ് എന്ന് പറയുന്ന ലോകഭീകരൻ, കാരണം അന്താരാഷ്ട്ര കുറ്റവാളിയായിട്ട് അംഗീകരിക്കപ്പെട്ട ആളാണ്. അയാൾക്ക് വളരെ വലിയ സുരക്ഷ കൊടുക്കുന്നു. ഏതാണ്ട് ബിൻ ലാഡനെ പോലെ ഒരു പക്ഷേ അതിലും കവിഞ്ഞ രീതിയിലുള്ള ഒരു കുറ്റവാളി ആണ് അയാൾ. നമ്മുടെ ബോംബെയിലുണ്ടായ ഭീകരാക്രമണമുണ്ടല്ലോ, ആ ബോംബെ ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്നത് ഇവനാണ്, ആസിഫ് സെയ്ദാണ്. അത് അന്ന് മുതലേ അറിയാം. അപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് എന്താണെന്നറിയോ? അയാൾ ജയിലിലാണെന്ന് പറയും. എന്ന് ചോദിച്ചാലും അയാൾ അവിടെ ജയിൽ ശിക്ഷ അനുഭവിക്കാമെന്ന് പറയും. പക്ഷേ അയാൾ പങ്കെടുക്കുന്ന ഒരുപാട് പബ്ലിക് പ്രോഗ്രാംസ് ഇടയ്ക്കിടയ്ക്ക് വരും പ്രസംഗിക്കുന്നത്. ഇപ്പം ജയിലിൽ കിടന്നുകൊണ്ടായിരിക്കും പ്രസംഗിക്കുന്നത്. ഇതുപോലുള്ള കള്ളത്തരങ്ങളാണ് ഇവർ വിളമ്പുന്നത് മുഴുവൻ. ഇപ്പം എന്താ അയാൾക്ക് കൊടുത്തേക്കുന്ന സുരക്ഷ? അയാൾക്ക് കൊടുത്തേക്കുന്ന സുരക്ഷ എന്ന് പറയുന്നത് അയാളുടെ വീടിൻ്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാം CCTV ക്യാമറകളാണ്. വളരെ പട്ടാളക്കാരാണ് കർശനമായ സുരക്ഷ കൊടുക്കുന്നത്. കാണാൻ മാണിക്യമല്ലേ, ഇവനെ സുരക്ഷ കൊടുത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കണമല്ലോ. അതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പോൾ ബിൻ ലാഡനെ അമേരിക്ക അവിടെ പോയി വധിച്ചത് നമ്മളൊക്കെ കണ്ടതാണ്. എന്ന് പറഞ്ഞതുപോലെ ഈ ആസിഫ് സെയ്ദിനെ ഇന്ത്യ വെറുതെ വിടത്തില്ല എന്നുള്ള കാര്യം ഇവർക്ക് അറിയാം, പാകിസ്ഥാൻ അറിയാം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെ ചിലപ്പോൾ അവിടെ കയറി അടിച്ച് ഇവനെ കൊലപ്പെടുത്താൻ പോയാലോ എന്നുള്ള ഒരു പേടി കാണും. അതുകൊണ്ടായിരിക്കാം ഇയാൾക്ക് ഇത്രയും വലിയ സുരക്ഷ ഒരുക്കുന്നത് കേട്ടോ. നമ്മുടെ ഇവിടെ പറയുന്നത് പോലെ ഇതൊക്കെ ഇവിടെയൊക്കെ കൊടുക്കുന്ന Z+ കാറ്റഗറിയെ കഴിയൊക്കെ വലിയ സുരക്ഷയാണ് ഇയാൾക്ക് കൊടുത്തേക്കുന്നത്. പാകിസ്ഥാൻ മിലിറ്ററിയാണ് കാവൽ നിൽക്കുന്നത്. ഇതാണ് കാര്യം. അപ്പോൾ അവർ AK-47 അതും 56 ഇതുമൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ റോന്തി ചുറ്റുകയാണ്, കാവൽ നിൽക്കുകയാണ്. കാരണം ഇത്രയും വലിയ ഒരാളല്ലേ, അയാളെ സംരക്ഷിക്കണമല്ലോ. അപ്പോൾ ഭീകരതയെ സംരക്ഷിക്കുന്നവരല്ല ഇവർ എന്ന് ആർക്കെങ്കിലും ഇനിയെങ്കിലും പറയാൻ പറ്റുമോ? ഈ ലോകഭീകരൻ ആയിട്ട്, അതായത് അന്താരാഷ്ട്ര കുറ്റവാളിയായിട്ട് കണക്കാക്കിയേക്കുന്ന ഈ ആസിഫ് സെയ്ദിനെ അയാൾക്ക് ഈ പാകിസ്ഥാൻ സുരക്ഷ കൊടുക്കുകയാണ് കേട്ടോ. ആ സുരക്ഷ കൊടുക്കുന്ന ഞാൻ ഈ പറഞ്ഞത്. ആ സുരക്ഷ കൊടുക്കുമ്പോൾ അയാൾ ഇനി ജയിലിലാണെന്ന് പറയാൻ പറ്റുമോ? അയാൾ ജയിൽ ശിക്ഷ അനുഭവിക്കാമെന്ന് പറയാൻ ഒക്കത്തില്ലല്ലോ. അയാളുടെ വീട്ടിലാണ്. ഇതിൻ്റെ കൂടെ ഓരോ മീറ്റിങ്ങുകളും അതും ഇതും എല്ലാം ഉണ്ട്. ഓരോ യോഗത്തിൽ പ്രസംഗിക്കുന്നുണ്ട്. ഇന്ത്യക്കെതിരെയുള്ള ഘോരമായ അട്ടഹാസങ്ങളൊക്കെ മുഴക്കുന്നുണ്ട്. ഇത് പണിയൊക്കെ ചെയ്തിട്ട് അവിടെ കഴിയുകയാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് സംരക്ഷണവും കൊടുത്തിട്ട് സുരക്ഷയും കൊടുത്തിട്ട് പറയും ഇയാൾ ജയിലിലാണെന്ന് പറയും. ഇതാണ് കാര്യം. ഇതേപോലെ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന വേറെ ഏതെങ്കിലും രാഷ്ട്രമുണ്ടോ? അങ്ങനെ സംരക്ഷിച്ചാണ് ബിൻ ലാദനെ അമേരിക്ക അവിടെ കയറി അടിച്ച് നാശമാക്കിയത്. എന്നിട്ട് ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒരു കാര്യവും ചെയ്യാൻ പറ്റിയില്ല. അമേരിക്ക അവിടെ ചെന്ന് ഇയാളെ കൊലപ്പെടുത്തി. അതാണ് ചെയ്തേക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ഇത് ഇന്ത്യ ഭയമാണ്. കാരണം ഈ ആസിഫ് സെയ്ദ് എന്ന് പറയുന്ന ഈ അന്താരാഷ്ട്ര കുറ്റവാളി അയാളെ വകവരുത്തും എന്നുള്ള ഒരു സംശയം ഇവരുടെ മനസ്സിലുണ്ട്. അതാണ് കാര്യം. അപ്പോൾ അയാളെ വകവരുത്തിയാൽ യഥാർത്ഥത്തിൽ ഇവർക്ക് ചോദിക്കാൻ പറ്റുമോ? ഒന്നുമില്ല. കാരണം ഇയാളെ കുറ്റക്കാരനാണെന്ന് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇയാളുടെ പാർട്ടിസിപ്പേഷൻ, ഈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത ബോംബെ ഭീകരാക്രമണം, എത്ര നിരപരാധികളാണ് അതിൽ കൊല്ലപ്പെട്ടത്. ഇവന്മാർ ഇതൊക്കെ നിർത്തുന്നുണ്ടോ? എന്നിട്ടും ഇത്രയും അവിടെ കൊന്നതിൻ്റെ സൂത്രധാരൻ അവിടെ ഇരിക്കുകയാണ്. അവിടെ ഇരുന്നുകൊണ്ട് അവൻ ഇതെല്ലാം റെഡിയാക്കി വെച്ചുകൊണ്ടാണ് ഈ പണിയെല്ലാം ചെയ്യിപ്പിച്ചത്. എന്നിട്ടാണ് അവന് വേണ്ട സംരക്ഷണം കൊടുക്കുന്നത്. ഇവർ എന്നും ചെയ്യുന്ന പണി ഇതാണ്. അതായത് മുഴുവൻ ഇതുപോലുള്ള കുറ്റവാളികൾക്ക് എല്ലാം വേണ്ട സംരക്ഷണം ഒത്താശയൊക്കെ കൊടുക്കും. ലഷ്കർ-e-തോയ്ബ പോലുള്ള ഭീകര സംഘടനകളെ അവരെ വളർത്തും. അതാണ് ഇവരുടെ ജോലി. ഈ വളർത്തുന്നത് എന്തിനാണ്? ഇന്ത്യയെ ഉപദ്രവിക്കാനാണ്, മറ്റ് രാഷ്ട്രങ്ങളെ ഉപദ്രവിക്കാനല്ല കേട്ടോ. ഇതാണ് കാര്യം. ഈ ഇന്ത്യയുടെ ഭൂപ്രദേശം അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ലഡാക്കിൻ്റെ ഭാഗങ്ങൾ എല്ലാം അവർ ചൈനയ്ക്ക് പാകിസ്ഥാൻ കൈമാറി കേട്ടോ. അതുകൊണ്ടാണ് ചൈനയ്ക്ക് ഇവരെ അങ്ങ് സഹായിക്കാൻ നിൽക്കുന്ന പോലെ നിൽക്കുകയാണ്. എവിടെ സഹായിക്കാൻ?
അവർ കണക്ക് പറഞ്ഞ് കാശ് വാങ്ങിക്കും ഇവന്മാരുടെ കയ്യിൽ നിന്ന്. ഇവിടെ കൊടുത്തേക്കുന്ന അവിടെ വേണ്ടാതിരിക്കുന്ന സാധനങ്ങളെല്ലാം, മിലിറ്ററിയുടെ സാധനങ്ങൾ, അവിടെ തുരുമ്പെടുത്ത് കിടക്കുന്ന സാധനമെല്ലാം കൊടുത്ത് അവർ കാശ് വാങ്ങാനുള്ള ഒരിടപാട് അവർ നടത്തിക്കൊണ്ടിരിക്കും. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അത് ചൈന അങ്ങനെ ചെയ്യുള്ളൂ. അത് ഈ പാകിസ്ഥാന് പോലും ഇത് തിരിഞ്ഞടിക്കും അവസാനം, അത് ഉറപ്പാണ്, ഒരു സംശയം വേണ്ട. ആ രീതിയിലുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് ചൈന മുമ്പോട്ട് പോകുന്നത്. ആ ചൈന യഥാർത്ഥത്തിൽ ചൈനയ്ക്ക് ഇത് ഇത്രയും പരസ്യമായ ഒരു പിന്തുണ അവർക്ക് കൊടുക്കുന്നത് ചൈനയ്ക്ക് വളരെ ദോഷം ചെയ്യും. കാരണം ചൈനയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപഭോക്താവ്, ചൈനയുടെ ഏറ്റവും വലിയ ഉപഭോക്താവ് അമേരിക്ക കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇന്ത്യയാണ്. അതുപോലെ തന്നെ അമേരിക്ക ആ ഒരു പ്രശ്നം, അമേരിക്കയുമായിട്ടുള്ള ബന്ധം ചൈനയുടെ വളരെ വഷളായി. ഇപ്പോൾ ആ വഷളായി കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ എന്താ, അതിനൊരു ഒരു ഒരു മരുന്നെന്നുള്ളത് പോലാണ് ഇന്ത്യയെ ശല്യം ചെയ്യാനായിട്ട് പാകിസ്ഥാനെ ഇവർ സഹായിക്കുക എന്നുള്ളത്. അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈ കുറ്റവാളിക്ക് കൊടുത്തേക്കുന്ന സുരക്ഷ എന്ന് പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൊള്ളത്തരവും കള്ളത്തരവും ഇതുപോലുള്ള ഭീകരപ്രവർത്തനങ്ങളെ സഹായിക്കുന്ന വേണ്ടിയുള്ള ആളുകളെ വളർത്തുന്ന ആ പ്രക്രിയയും അതെല്ലാം ഇപ്പോൾ ലോകശ്രദ്ധയിൽ കൊണ്ടുവന്നേക്കാണ്, മുമ്പാകെ വെളിപ്പെട്ടിരിക്കുകയാണ്. എല്ലാ ലോകരാജ്യങ്ങളുടെയും മുമ്പാകെ ഇത് വെളിപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്തേക്കുന്ന ഏറ്റവും വലിയൊരു വിഡ്ഢിത്തരമാണ് ഈ കാണിച്ചേക്കുന്നത്. പിന്നെ ഇത് വേറെ ഇന്നത്തെ ക്യാമറ കണ്ണുകളിൽ നിന്നും ഉള്ള അതിൽ നിന്നൊന്നും ആർക്കും ഒഴിയാനൊന്നും പറ്റത്തില്ല കേട്ടോ. ഈ മാധ്യമങ്ങളെന്ന് പറയുന്നത് അവരെ എങ്ങനെയായാലും ഇതൊക്കെ വെളിയിൽ കൊണ്ടുവരും. ഇപ്പോൾ ഈ വന്ന വാർത്തയെന്ന് പറയുന്നത് ഈ ഭീകരനെ അവർ സംരക്ഷിക്കുകയാണ്, എന്നിട്ട് ജയിലിലാണെന്ന് പറയും. ഇത് അയാളെ സസുഖം അവിടെ വാഴുകയാണ്, അവന് ചെല്ലും ചെലവും കൊടുത്ത് അവന് വേണ്ട കാര്യങ്ങളുമെല്ലാം കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവന് മിലിറ്ററി സുരക്ഷയാണ് കൊടുക്കണം. കാരണം പാകിസ്ഥാൻ്റെ നിലനിൽപ്പ് തന്നെ അവനിലൂടെ അല്ലേ അവർ കണക്കാക്കുന്നത്. ആ രീതിയിലുള്ള കാഴ്ചപ്പാടാണ് ഇവർക്കുള്ളത്. അത് എൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയെങ്കിലും അവനെ ഇന്ത്യ പിടിച്ചോണ്ട് വരേണ്ടതാണ്. യഥാർത്ഥത്തിൽ കൊണ്ടുവന്ന് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. ഇത് ചെയ്യേണ്ടത് തന്നെയാണ്. വികാരം ഒരിക്കലും വിവേകത്തെക്കാൾ മുകളിലല്ല എന്നും വിവേകം വികാരത്തിന് കീഴ്പ്പെടാൻ പാടില്ല എന്നും ഉള്ള ഒരു കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ ഇന്ത്യക്കുണ്ട്. അത് യഥാർത്ഥത്തിൽ വളരെ ശ്ലാഘനീയമായ ഒരു കാഴ്ചപ്പാടാണുള്ളത്. കാരണം ഇത് ഈ പണ്ടത്തെ പോലുള്ള യുദ്ധമുറകളും അതൊന്നും അല്ല ഇപ്പോൾ ഇനി വേണ്ടത്. നേരത്തെ ഉള്ളത് ഒരുപാട് സ്ട്രാറ്റജിയിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിയുന്നിടത്തോളം നിരപരാധികളെ കൊന്നൊടുക്കാതെ അങ്ങനെയുള്ളത്. കാരണം അത് പാകിസ്ഥാന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇന്ത്യക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. നമ്മുടെ സംസ്കാരം അതല്ല. ഇവന്മാരെ പോലെ ഇവിടെ വന്ന് കയറി ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിനകത്ത് കയറി കൈയെടുത്തിട്ട് നിരപരാധികളെ കൊല്ലുന്ന ഒരു സംസ്കാരം യഥാർത്ഥത്തിൽ ഇന്ത്യക്കുള്ളതല്ല. ഒന്നും ചെയ്യാതെ തന്നെ അവന്മാർ തന്നെ തമ്മിലടിച്ച് ചത്തോളും അവിടെ. കാരണം ഇപ്പോൾ തന്നെ അവിടെ ബലൂചിസ്ഥാനിലും അതേപോലെ തന്നെ പഞ്ചാബിലും ഒക്കെ വളരെ വലിയ പ്രശ്നങ്ങളാണ് അവർ പാകിസ്ഥാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ വളരെ വിഘടനവാദം ഒക്കെയാണ് അവിടെ ഉണ്ടാകുന്നത്. അതിന് ഇപ്പോൾ ചൈന ഏതാണ്ട് വലിയ സുരക്ഷ കൊടുത്തു കളയും, ഞങ്ങൾ വളരെ പരിപാലിക്കും, പാകിസ്ഥാൻ്റെ അഖണ്ഡതയും കേട്ടോ നിലനിൽപ്പും എല്ലാം അവരുടെ കാര്യങ്ങളെല്ലാം സംരക്ഷിക്കാൻ ഞങ്ങൾ വേണ്ട പൂർണ്ണ പിന്തുണ കൊടുക്കും എന്ന് പറഞ്ഞല്ലേ. അവിടെ അഖണ്ഡതയൊന്നും അത്ര എളുപ്പമൊന്നുമുള്ള ഒരു കാര്യമൊന്നുമല്ല സൂക്ഷിക്കാൻ. കാരണം അവിടെ അത്രത്തോളം അവിടെ തന്നെ ഉള്ള ആളുകൾ അവിടുത്തെ പട്ടാളക്കാരെ കൊല്ലുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവർ ഈ ഇന്ത്യയിൽ ഇതേപോലുള്ള ഭീകരവാദം നടപ്പാക്കുമ്പോൾ അവിടെ അവർക്ക് തന്നെ തിരിച്ചടി ഉണ്ടാവാൻ അവിടെ തന്നെ ഉണ്ട് ഈ കാര്യങ്ങൾ. കാരണം എല്ലാം വിവരമില്ലാത്തവന്മാരാണല്ലോ അവിടെ ഉള്ളത്. അപ്പോൾ തമ്മിൽ അടിച്ച് ചാവാനുള്ള ഒരുക്കമാണ് അവർ. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇനി ചൈന എത്ര പിന്തുണച്ചാലും ശരി ഇതൊന്നും അവർ ചെയ്യാനൊക്കത്തില്ല. മാത്രമല്ല താലിബാനിൻ്റെ വിരോധം മുഴുവൻ പാകിസ്ഥാൻ പിടിച്ചു പറ്റിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാന് യഥാർത്ഥത്തിനായിട്ടും നല്ല ബന്ധമൊന്നുമല്ല. ആ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പാകിസ്ഥാൻ ഈ ഭീകരരെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഈ കാഴ്ചപ്പാടുണ്ടല്ലോ, അത് അവർ അവസാനിപ്പിച്ചില്ലെങ്കിൽ ആ രാജ്യത്തിന് തന്നെ നിലനിൽപ്പില്ലാതെ പോകും. അത് ഭൂപടത്തിൽ നിന്ന് മിക്കവാറും തുടച്ചു മാറ്റപ്പെടും.